വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 12 ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററി. അപ്പൊ ഇനി നമുക്ക് എടുക്കാനുള്ള യൂണിറ്റ്, ഇപ്പൊ നമ്മൾ എടുക്കുന്ന യൂണിറ്റ് ആണ് 12ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററി. അപ്പൊ എന്താണ്, നമുക്ക് ചരിത്രത്തിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കി നോക്കാം. ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്നാണ് മലയാളത്തിൽ ഈ ഹെഡിങ്ങിന് പറയാ. ഓക്കെ, അപ്പൊ നമുക്ക് ചരിത്രം കുറച്ച് നോക്കി നോക്കാം. Given below is an excerpt from a local history prepared by Anu in the local history writing competition. അപ്പൊ എന്താണ് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് കോമ്പറ്റീഷനിൽ അനു പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു എക്സേർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. വിഴിഞ്ഞം is situated 50 kilometers away from the south of Thiruvananthapuram city. Since the ancient times, this coastal region has great historical and commercial importance. It is mentioned in the Sankam literature that Vizhinjam was one of the most important centers of ancient Tamilagam. അപ്പൊ എന്തിനെ കുറിച്ചിട്ടാണ്, വിഴിഞ്ഞം എന്ന സ്ഥലത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 15 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വിഴിഞ്ഞം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഉള്ളത്. അപ്പൊ അത് ഒരു ഗ്രേറ്റ് ഹിസ്റ്റോറിക്കൽ ആയിട്ടും, അതായത് ഒരു കൊമേഴ്ഷ്യൽ, അവിടെ എന്താണ് വാണിജ്യമൊക്കെ നടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. എന്താണ് സംഘം ലിറ്ററേച്ചറിൽ ഈ വിഴിഞ്ഞത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ആൻഷ്യന്റ് തമിഴകത്തില് ഏറ്റവും കൂടുതൽ ട്രേഡ് ഒക്കെ നടന്ന ഒരു ഇമ്പോർട്ടന്റ് സെന്റർ ആയിരുന്നു എന്ത്, വിഴിഞ്ഞം. As a port and center of trade, this region holds an important place in the political, social and economic history of South India. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ തന്നെ one of the most important ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു വിഴിഞ്ഞം എന്ന് പറയുന്നത്. കാരണം അതൊരു പോർട്ടാണ്, മാത്രമല്ല അവിടെ ഒരുപാട് ട്രേഡും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിലെ one of the best or one of the important place in South India എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. Stone inscriptions and other historic documents shows that Vizhinjam was the center of I dynasty of South India during the 9th and 10th century. അപ്പൊ എന്താണ്, നമുക്ക് അവിടുത്തെ സ്റ്റോൺസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകും. സ്റ്റോണിന്റെ ഇൻസ്ക്രിപ്ഷൻ കല്ലിലൊക്കെ എഴുതിയിട്ടുണ്ടാവില്ലേ, അപ്പൊ അതിൽ നിന്നും പിന്നെ നമുക്ക് ഹിസ്റ്റോറിക്കലി ഒരുപാട് ഡോക്യുമെന്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിലൊക്കെ നമുക്ക് പറയാൻ പറ്റും ഐ ഡൈനാസ്റ്റിയുടെ സെന്റർ ആയിരുന്നു ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, ഇൻ ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലീലതിലകം, അടൂർ കൃഷ്ണ പിഷാരടി has recorded that the I lineage migrated to Vizhinjam, leaving Aikudi after being defeated by the Pandya kings. അപ്പൊ എന്താണ് ലീലതിലകം എന്നുള്ള ആ അടൂർ കൃഷ്ണ പിഷാരടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്താണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, ഈ അവിടെയുള്ള ആൾക്കാരൊക്കെ ഐക്കുടിയിൽ നിന്നും എന്താ വിഴിഞ്ഞത്തേക്ക് മാറിയിട്ടുണ്ട്, മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. വിഴിഞ്ഞം ഹാസ് ബീൻ റെഫേർഡ് ടു ദ വിജയപുരി ബൈ ദ ജെയിൻ സെയിന്റ് ഉഡ്യോട്ടാൻസുറി. അപ്പൊ എന്താണ്, വിഴിഞ്ഞം വിജയപുരി എന്നും അറിയപ്പെടുന്നുണ്ട്. അത് ഏത് വർക്കിൽ നിന്നാണ്, കുവലയമാല എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ നിന്നാണ് നമുക്കത് മനസ്സിലാവുക. There is a reference to the fort at Vizhinjam in the inscription of the Pandya king Nedunneliyan. In the foreign travelogue titled Periplus of the Erythraean Sea, it is stated that Vizhinjam was the important port and trade center right from the Sankam period. അപ്പൊ എന്താണ് വിഴിഞ്ഞത്തിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു എക്സേർട്ട് ആണ് ഇത്. During the excavation conducted by the Department of Archaeology, University of Kerala, the remains of a fort situated in the area and the nearby places were found. The name Kottanapuram is still there for a place near Vizhinjam. The remains of Chinese and Roman vessels, other artifacts and Roman coins have been discovered from here. അപ്പൊ എന്താണ്, അവിടെയുള്ള കൊട്ടാരപുരം എന്നുള്ള സ്ഥലം വിഴിഞ്ഞം എന്നുള്ള സ്ഥലത്താണുള്ളത്. അപ്പൊ അതിപ്പോഴും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. മാത്രമല്ല അവിടെ നിന്നും ചൈനീസ് വെസൽസും അതുപോലെ റോമൻ വെസൽസും ബാക്കി ആർട്ടിഫാക്ട്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. റോമൻ കോയിൻസ് വരെ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. These archaeological findings indicates its foreign trade relationship in ancient times. അപ്പൊ എന്താണ്, അപ്പൊ ഈ കോയിൻസ് ഒക്കെ അപ്പൊ നടന്നിട്ടുള്ള
ഫോറിൻ ട്രേഡ്, മറ്റു രാജ്യമായിട്ട് നമ്മൾ ട്രേഡിൽ ഏർപ്പെടില്ലേ, അപ്പൊ അതിനെ സൂചിപ്പിക്കുന്നതാണ്. The ancient cave temple that is situated here is an evidence for the antiquity of this place. We can find places of worship of different religions in this region, where people of different communities live harmoniously. Vietnam, which was an ancient port, has now become an important harbor with modern facilities. അപ്പൊ വിഴിഞ്ഞം എന്ന് പറയുന്നത് ഒരു പണ്ടത്തെ ഒരു പോർട്ട് ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ, അതൊരു ഹാബർ ആണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹാബർ ആണ്. ഇപ്പൊ അവിടെ ഒരുപാട് മോഡേൺ ഫെസിലിറ്റീസും ഉണ്ട്. ഇനി എന്താ, ഹാവ് യു റീഡ് അപ്പ് ദ ലോക്കൽ ഹിസ്റ്ററി ഗിവൻ അബവ്? അപ്പൊ താഴെ തന്നിട്ടുള്ളത് നമ്മൾ വായിച്ചു നോക്കി. Can you find out the sources used for writing this write-up? അപ്പൊ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഈ റൈറ്റപ്പ് എഴുതിയിട്ടുള്ളത്? ആർക്കിയോളജിക്കൽ എവിഡൻസ്, അതുപോലെ ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാല് പുരാവസ്തു തെളിവുകള്, അതുപോലെ ഇൻസ്ക്രിപ്ഷൻസ് അതായത് ലിഖിതങ്ങള്, ലിറ്റററി വർക്ക്സ് എന്ന് പറഞ്ഞാൽ സാഹിത്യ കൃതികള്, അതുപോലെ നമുക്ക് എഴുതാം ട്രാവലോഗ്, കോയിൻസ്, മോണ്യുമെന്റ്സ്, ഓറൽ ട്രഡീഷൻ. ഓറൽ ട്രഡീഷൻ എന്ന് പറഞ്ഞാല് ഒരാൾ പറഞ്ഞു പിന്നെ അത് കേട്ട് മറ്റാൾ പറയാ. ഇപ്പൊ നമ്മുടെ അമ്മൂമ്മമാര് നമ്മുടെ അമ്മനോട് പറഞ്ഞു, പിന്നെ അമ്മ നമ്മളോട് പറയാ, അങ്ങനെ ഓറൽ ആയിട്ട് പറഞ്ഞു കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ സ്ഥലത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. History is thus the branch of study that scientifically records the past based on evidences. അപ്പൊ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബ്രാഞ്ച് ആണ്. അപ്പൊ അതെന്താണ്, അത് ഈ പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ, എവിഡൻസിന്റെ തെളിവുകളുടെ ബേസിലുള്ള കാര്യങ്ങളൊക്കെ സയന്റിഫിക്കൽ ആയിട്ട് റെക്കോർഡ് ചെയ്യും. Several pieces of evidences that are necessary for reconstructing history have been left behind in various forms by each period. The writing of history is the process of collecting these pieces of evidences for scientific analysis and documenting the past. അപ്പൊ എന്താണ് ഹിസ്റ്ററി എഴുതാന്ന് പറഞ്ഞാല് അതൊരു പ്രോസസ് ആണ്. അതിങ്ങനെ എവിഡൻസും തെളിവുകളും ഒക്കെ കളക്ട് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, സയന്റിഫിക് അനാലിസിസിനും പിന്നെ ഡോക്യുമെന്റിനും ഒക്കെ കൊടുത്തിട്ട് ശേഖരിക്കുന്ന ഒരു writing procedure ആണ്. In the previous chapter, we have discussed the vast Mughal and Vijayanagara empires and their rulers in medieval India. Unlike the history of such vast empires and kings, local history is the minute and comprehensive documentation of a small geographical region, a person, or an event. ഇനി എന്താ, ഹിസ്റ്ററി, ലോക്കൽ ഹിസ്റ്ററി പറഞ്ഞ രണ്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ബോക്സ് കൂട്ടുകാർ പഠിച്ചു വെക്കണം. അപ്പൊ നമുക്ക് ഹിസ്റ്ററി നോക്കാം. ആദ്യം ഡോക്യുമെന്റ്സ് ദ ഹിസ്റ്ററി ഓഫ് ദ വാസ്റ്റ് റീജിയൻ, പ്ലേസ് ഓർ കൺട്രി. എന്താണ്, വിശാലമായ പ്രദേശത്തിന്റെയോ നാടിന്റെയോ രാജ്യത്തിന്റെയോ സംഭവങ്ങളുടെയോ ചരിത്രം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അടുത്തത് എന്താ, ഹിസ്റ്ററി ഈസ് റെക്കോർഡഡ് യൂസിങ് റിട്ടൺ ഡോക്യുമെന്റ്സ്, ആർക്കിയോളജിക്കൽ എവിഡൻസസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ റിമെയിൻസ്. അപ്പൊ ഈ ഹിസ്റ്ററി, ചരിത്രം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് വെച്ചാല് റിട്ടൺ ഡോക്യുമെന്റ്സ്, അതായത് എഴുതപ്പെട്ട രേഖകളില്, അതുപോലെ ആർക്കിയോളജിക്കൽ എവിഡൻസസ് എന്ന് പറഞ്ഞാല് ചരിത്ര അവശേഷിപ്പുകള്, അതുപോലെ എന്താണ് പുരാവസ്തു തെളിവുകളും അതുപോലെ ചരിത്ര അവശേഷിപ്പുകളിലുമാണ് എന്താണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. Access past events, cultures and societies with a broad perspective. എന്താണ്, access past events, അതായത് ഭൂതകാല സംഭവങ്ങളും അവിടുത്തെ കൾച്ചേഴ്സും അവിടുത്തെ സമൂഹ രീതികളും അവിടുത്തെ കാഴ്ചപ്പാടുകളും ഒക്കെ വിലയിരുത്തിയിട്ടാണ് ഹിസ്റ്ററി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി ലോക്കൽ ഹിസ്റ്ററി നമുക്ക് നോക്കാം. ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാല് a minute level of enquiry of the history of a small region, subjects or events apart from world history, the history of a nation or a province. അതായത് ലോക ചരിത്രം, രാജ്യചരിത്രം, പ്രാദേശിക ചരിത്രം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ ഭൂപ്രദേശത്തിന്റെയോ വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ സൂക്ഷ്മമായ ചരിത്ര അന്വേഷണമാണ്. ലോക്കൽ ഫെസ്റ്റിവൽസ്, cuisines, customs, traditions and oral traditions become a part of the historical writing. അപ്പൊ ഇങ്ങനെ ഈ ചരിത്ര രചനയുടെ ഭാഗമായിട്ടുള്ളതാണ് എന്ത്, ലോക്കൽ ഫെസ്റ്റിവൽസും
ക്യൂസിൻസും കസ്റ്റംസും അതുപോലെ ട്രഡീഷൻസും പിന്നെ ഓറൽ ട്രഡീഷൻസും ഒക്കെ നമുക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ബട്ട് democratizing history, due representation is given to regions, people and events that have been left out of mainstream history. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ 3 പോയിന്റ്സ് കൂട്ടുകാർ നോക്കി വെക്കുക. ഇനി എന്താ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി, ഹിസ്റ്ററിയിലെ സോഴ്സസ് ആണ് പറയുന്നത്. അപ്പൊ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സോഴ്സസിൽ നിന്നാണ്, എന്തൊക്കെ സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് ഈ ഹിസ്റ്ററിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? നമുക്ക് ആർക്കിയോളജിക്കൽ റിമൈൻസ്, അതായത് പുരാവസ്തുക്കളിൽ നിന്ന്, അതുപോലെ മോണ്യുമെന്റ്സ് സ്മാരകങ്ങളിൽ നിന്ന്, ലിറ്റററി വർക്ക് എന്ന് പറഞ്ഞാല് സാഹിത്യ കൃതികള്, അതുപോലെ ട്രാവലോഗ്സ് എന്താ സഞ്ചാരക്കുറിപ്പുകൾ, ന്യൂസ് പേപ്പറിന്റെ, അതുപോലെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ഔദ്യോഗിക രേഖകളിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് നമുക്ക് മനസ്സിലാവുന്നത്. അടുത്തത് ആർക്കിയോളജിക്കൽ. അപ്പൊ ഇങ്ങനത്തെ വേർഡ് വെബ് ഒക്കെ എന്തായാലും കൂട്ടുകാർ പഠിച്ചു വെക്കണം. ഇനി എന്താ ആർക്കിയോളജിക്കൽ സോഴ്സസ് ആണ്. അപ്പൊ ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ലിത്തിക് മോണിമെന്റ്സ് എന്ന് പറഞ്ഞാല് സ്മാരകങ്ങള്, then caves ഗുഹകള്, ancient inscription എന്ന് പറഞ്ഞാൽ ഈ പുരാതന ലിഖിതങ്ങൾ ഉണ്ടാവില്ല, അപ്പൊ അതിനെയാണ് ancient inscriptions എന്ന് പറയുന്നത്. then palaces, coins. അപ്പൊ ഇതൊക്കെയാണ് എന്ത് പുരാവസ്തുവിന്റെ സോഴ്സസ്, ആർക്കിയോളജിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞാല്. ഓക്കെ, ഇനി ലിത്തിക് മോണ്യുമെന്റ്സ്. അപ്പൊ ഇനി ഇതിൽ നമ്മളിപ്പോ പറഞ്ഞു ഇവിടെ ലിത്തിക് മോണ്യുമെന്റ്സ്, അതായത് ശിലാസ്മാരകങ്ങൾ. അപ്പൊ അത് എന്തെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ പിക്ചറിൽ കണ്ടില്ലേ കുടക്കല്ല്, തൊപ്പിക്കല്ല്, അതുപോലെ തന്നെ പിന്നെന്താ മുനിയറ. അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ these lithic monuments are historical remains found out from the different parts of Kerala. അപ്പൊ ഈ ലിത്തിക് മോണ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഹിസ്റ്റോറിക്കൽ റിമെയിൻസ് ആണ്, നമുക്ക് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നായിട്ട് കിട്ടിയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ് ആണ്. as these were built with huge stones, they are known as megalithic monuments. അപ്പൊ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് വലിയ വലിയ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് megalithic monuments എന്ന് പറയുന്നത്. These monuments built by our ancestors tell a lot of us about ancient times. അപ്പൊ ഇതെന്താണ്, ഇത് നമുക്ക് ഒരുപാട് ancient timesനെ കുറിച്ചിട്ടുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് തരുന്നുണ്ട്. The remains of these lithic monuments were found at Marayur in Idukki district, ചിറമനങ്ങാട് in തൃശ്ശൂർ and തവനൂർ in മലപ്പുറം ഡിസ്ട്രിക്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എവിടുന്നൊക്കെയാന്ന് വെച്ചാല് ഇടുക്കി ജില്ലയിലെ മറയൂരിൽ നിന്ന്, അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട് നിന്ന്, അതുപോലെ മലപ്പുറം ജില്ലയിലെ തവനൂരിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. These were used to bury the mortal remains of our ancestors. എന്താണ് നമ്മുടെ പൂർവികരുണ്ടാവില്ല, അപ്പൊ അവരുടെ ശരീരം എന്താ ഇതിൽ അടക്കം ചെയ്യാണ് ചെയ്യുക. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരുന്നു അവരിത് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇതിൽ നന്നങ്ങാടീസ് ഒക്കെ ഉണ്ട്. എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്, കൂട്ടുകാരെ വായിച്ചു നോക്കുക. ഇനി നമുക്ക് കേവ്സ് നോക്കാം. കേവ്സ് അഥവാ ഗുഹകൾ. Caves throw light on the ancient history of Kerala. In these natural caves, pictures of inscriptions that refer to human life in the prehistoric period were inscribed. Some important caves are situated at Edakkal, Marayur, Angkor and Tenmala and Kottukal. അപ്പൊ എന്താണ് കേവ്സ്? നമ്മുടെ പണ്ടത്തെ ആൾക്കാരുടെ ജീവിത രീതിയൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പിന്നെ നമുക്ക് മനസ്സിലാവുക ഈ കേവ്സിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ അവിടെ അവിടെ ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഇൻസ്ക്രിപ്ഷൻസും ഒക്കെ വരച്ചിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേവ്സ് ഉള്ളതാണ് എടക്കൽ, അതായത് എടക്കൽ ഗുഹ, വയനാട്ടിലെ എടക്കൽ ഗുഹ, അതുപോലെ മറയൂരുണ്ട്, then എന്താ ആൻകോട്, തെന്മല, കോട്ടുക്കൽ. അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ അടുത്തത് നമുക്ക് നോക്കാം
the Archaeological Survey of India and the Department of Archaeology, Government of Kerala protect the historically important archaeological materials. അപ്പൊ എന്താണ്? അപ്പൊ ഇതൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പൊ ഇത് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI എന്ന് പറയും. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജി. അപ്പൊ ഇവരൊക്കെയാണ് ഈ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ആൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻസ്. ആൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെ നമുക്ക്, അതായത് നമ്മൾ പറഞ്ഞില്ലേ പുരാലിഖിതങ്ങള്, ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ ഓലയിൽ എഴുതുക, പാം ലീവ്സിൽ എഴുതുക. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ ആൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറ്റും? പണ്ടത്തെ ആൾക്കാരുടെ ജീവിതത്തിനെ കുറിച്ചിട്ടും അവരുടെ കൾച്ചറിനെ കുറിച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ആൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണ്? മെറ്റൽ പ്ലേറ്റ്സ്, അതായത് മെറ്റലിന്റെ പ്ലേറ്റിൽ എഴുതിയതുണ്ടാവും. സ്റ്റോൺസ്, ശിലകങ്ങള്, പിന്നെന്താ പാം ലീവ്സ്, അതായത് ഓലകളിൽ എഴുതിയിട്ടുള്ള, അതിലും ഇൻഫോർമേഷൻസ് എഴുതിയിട്ടുള്ളത് ഉണ്ടാവും. ഓക്കെ, ഇനി എപ്പിഗ്രഫി വായിച്ചു നോക്കുക. Several such inscriptions have been found from different parts of Kerala. അപ്പൊ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എവിടൊക്കെ കിട്ടിയിട്ടുണ്ട്? തരിശപ്പള്ളി ഇൻസ്ക്രിപ്ഷൻസ് കൊല്ലം, ജൂയിഷ് കോപ്പർ പ്ലേറ്റ് അതായത് മട്ടാഞ്ചേരി, പാലിയം കോപ്പർ പ്ലേറ്റ് ആലപ്പുഴ, മേജർ ഇൻസ്ക്രിപ്ഷൻസ് ഫൗണ്ട് ഇൻ കേരള. അപ്പൊ നമ്മുടെ കേരളത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള മേജർ ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസിനെയാണ് പറയുന്നത്. ഏതൊക്കെയാണ്? തരിശപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ, അതുപോലെ ജൂയിഷ് കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ, പാലിയം കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ. അപ്പൊ ഇതൊക്കെയാണ്. The Kerala State Archives Department supervises the collection and conservation of ancient inscription in Kerala. ഇനി അടുത്തത് forts and places. ഫോർട്സും പ്ലേസസിനെ കുറിച്ചാണ് പറയുന്നത്. That were built for the security of the country, military purposes and trade can be used as source for writing history. അപ്പൊ എന്താണ്? രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതുപോലെ മിലിറ്ററി പർപ്പസസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കോട്ടകൾ നിർമ്മിച്ചിട്ടുള്ളത്. Forts give us information on the different phases of Kerala and its rulers. അപ്പൊ എന്താണ്? ഈ ഫോർട്സ് നമുക്ക് കേരളത്തിലെ പല പല ഘട്ടങ്ങളെ കുറിച്ചിട്ടും അതുപോലെ കേരളം ഭരിച്ചിരുന്ന ആൾക്കാരെ കുറിച്ചിട്ടുമുള്ള ഇൻഫോർമേഷൻ നമുക്ക് തരുന്നുണ്ട്. ബേക്കൽ ഫോർട്ട്, കണ്ണൂർ ഫോർട്ട്, പാലക്കാട് ഫോർട്ട് and അഞ്ചുതെങ്ങ് ഫോർട്ട് are the major forts in Kerala. അപ്പൊ കേരളത്തിലത്തെ മേജർ ആയിട്ടുള്ള ഫോർട്സ് ആണ് ഏതൊക്കെയാണ്? ബേക്കൽ ഫോർട്ട്, കണ്ണൂർ ഫോർട്ട്, പാലക്കാട് ഫോർട്ട്, അഞ്ചുതെങ്ങ്. Like forts, palaces also have historical importance. അപ്പൊ ഈ ഫോർട്ടിനെ പോലെ തന്നെ പാലസസിനും കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. The names of some important places in Kerala are given below. Expand the list by including the names of palaces you know. അപ്പൊ കുറച്ച് പാലസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള പാലസസ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ്? പത്മനാഭപുരം പാലസ്, മട്ടാഞ്ചേരി പാലസ്, കിളിമാനൂർ പാലസ്, അറക്കൽ പാലസ്, കൃഷ്ണപുരം പാലസ്. അപ്പൊ ഇനി നമുക്ക് ഈ ലിസ്റ്റിൽ നമുക്ക് ആരിനൊക്കെ ചേർക്കാൻ പറ്റും? പത്മനാഭപുരം പാലസ്, അതുപോലെ ഹിൽ പാലസ്, അറക്കൽ പാലസ് ഒക്കെ നമുക്ക് ചേർക്കാനായിട്ട് പറ്റും. ഇനി അടുത്താണ് കോയിൻസ്. അപ്പൊ കോയിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോയിൻസിനും ഒരുപാട് നമ്മുടെ ഹിസ്റ്ററിയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കോയിൻസിന്. അപ്പൊ ഈ കോയിൻസ് എന്താണ്? നമുക്ക് അവിടുത്തെ എക്കണോമിക്കൽ ആയിട്ടുള്ളതും അതുപോലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ളതും കൾച്ചറൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് ഈ കോയിൻസ് തരുന്നുണ്ട്. The study of coins is called ന്യൂമിസ്മാറ്റിക്സ്. അപ്പൊ കോയിൻസിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ന്യൂമിസ്മാറ്റിക്സ് എന്നുള്ളത്. ഓക്കെ, ഇനി എന്താണ്? The picture of coins that were found from different parts of Kerala are given below. അപ്പൊ എന്താണ്? നമ്മുടെ കേരളത്തിലെ പല ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ള കോയിൻസിന്റെ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഡിഫറെന്റ് പാർട്സ് ഓഫ് കോയിൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. They are known under the names of Kasu, Achu, Panam, Anandarayan Panam and സുൽത്താൻ കാസ്. അപ്പൊ പണ്ടത്തെ കോയിൻസിനെ പറയുന്ന പേര് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്തൊക്കെ പറയും? കാസ് എന്ന് പറയും, അച്ചു എന്ന് പറയും,
പണം എന്ന് പറയും, അനന്തരയൻ പണം എന്ന് പറയും, പല പല പേരിലും അറിയപ്പെട്ടിട്ടുണ്ട്. What can we learn from these coins issued at different times? അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഈ കോയിൻസിനെ കുറിച്ച് പഠിക്കാൻ പറ്റുക? The period in which the coin was made. നാണയം ഏത് കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ the authorities who made the coins and released them. നാണയം പുറത്തിറക്കിയ ഭരണാധികാരികൾ ആരൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. then അപ്പോഴത്തെ economic conditions നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. political changes നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അപ്പുറത്തെ ആർട്ടും ടെക്നോളജീസും ഒക്കെ നമുക്ക് ഈ കോയിനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സം ഓഫ് ദ ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ്? താളി ടെമ്പിൾ, താളി ക്ഷേത്രം, മിസ്കൽ പള്ളി അതായത് മിസ്കൽ മോസ്ക്, പിന്നെ ഏതാണ്? ദേവമാത കാത്തഡ്രൽ, പിന്നെ എന്താ? സീ ബ്രിഡ്ജ്. അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ്. ഓക്കെ, ഇനി എന്താ? ഇനി നമുക്ക് ലിറ്റററി സോഴ്സസ് നോക്കാം. ലിറ്റററി സോഴ്സസ് അതായത് ലിറ്റററി സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സാഹിത്യത്തിന്റെ സോഴ്സസ്, സാഹിത്യത്തിന്റെ സ്രോതസ്സുകള്. ലിറ്റററി സോഴ്സസ് ആർ വൺ ഓഫ് ദ മോസ്റ്റ് മെയിൻ സോഴ്സ് ഓഫ് ഹിസ്റ്ററി. അപ്പൊ എന്താണ്? എല്ലാതും ഹിസ്റ്ററിയുടെ മെയിൻ സോഴ്സ് ആണ്. അപ്പൊ ഈ പോയിന്റ്സിലൊക്കെ ആദ്യത്തെ പോയിന്റ് നമുക്ക് എഴുതാൻ പറ്റും എന്ത്? മെയിൻ സോഴ്സ് ഓഫ് ഹിസ്റ്ററി ആണ്. Many literary works with different themes help in the reconstruction of history. Read the idea of the sloga about കോഴിക്കോട്. അപ്പൊ കോഴിക്കോടിനെ കുറിച്ചുള്ള ഒരു ശ്ലോകയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ? കോഴിക്കോടിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അടുത്തത് ട്രാവലോഗ് നോക്കാം. ഓക്കെ, ട്രാവലോഗ് അതായത് സഞ്ചാരക്കുറിപ്പുകള്. അപ്പൊ എന്താണ്? ഫ്രം ദ ട്രാവലോഗ് ബൈ പേർഷ്യൻ ട്രാവലർ അബ്ദുൾ റസാഖ്. അബ്ദുൾ റസാഖ് കൊടുത്തിട്ടുള്ള ഒരു ട്രാവലോഗ് ആണ്. അപ്പൊ അതിൽ എന്താണ്? ദിസ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് കോഴിക്കോട് പോർട്ട് ബൈ അബ്ദുൾ റസാഖ്, എ പേർഷ്യൻ ട്രാവലർ ഹു കെയിം ടു കോഴിക്കോട് ഇൻ ദ 15th century. അപ്പൊ എന്താണ്? ഇത് കോഴിക്കോടിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻസ് ആണ്. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങള് കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ അവിടെ എഴുതി കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലെസൺ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ട്രാവലോഗ്സ് നോക്കാം, സഞ്ചാരക്കുറിപ്പുകള്. അപ്പൊ എന്താണ്? ഒരു പേർഷ്യൻ ട്രാവലർ ആയിട്ടുള്ള അബ്ദുൾ റസാഖിന്റെ ഒരു ട്രാവലോഗ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാല് അത് നമ്മുടെ കോഴിക്കോടിനെ കുറിച്ചിട്ട്, കോഴിക്കോട് പോർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കി. അപ്പൊ കൂട്ടുകാർ വായിച്ചു നോക്കിയാൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് എന്തൊക്കെ ട്രേഡും പിന്നെ അപ്പത്തെ കൊമേഴ്സും അതുപോലെ സെക്യൂരിറ്റി ആൻഡ് ഗവേണൻസ്, ടാക്സ് സിസ്റ്റം, പിന്നെ എങ്ങനെയായിരുന്നു പെപ്പർ എക്സ്പോർട്ട് ചെയ്തിരുന്നത് എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. ഇനി എന്താ? സം ഫോറിൻ ട്രാവലേഴ്സ് ഹു മെൻഷൻ അബൌട്ട് കേരള. അപ്പൊ കേരളത്തിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള കുറച്ച് ഫോറിൻ ട്രാവലേഴ്സ് ആണ്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. മെഗസ്തേൻസ്, അപ്പൊ അതിന്റെ സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? ഗ്രീസ് ആണ്. സുലൈമാനും അബ്ദുൾ റസാഖും ഏതാ? പേർഷ്യ ആണ്. ഇനി അടുത്തത് ആരാ? അടുത്തത് മാർക്കോ പോളോ ആണ്, വെനിസ് ആണ്. ഇബിൻ ബത്തൂത്ത മൊറോക്കോ, നിക്കോളോ കോണ്ടി വെനിസ്, മാഹുവാൻ ചൈന, ബർബോസ പോർച്ചുഗൽ. അപ്പൊ ഇവരൊക്കെയാണ് കേരളത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളത്. എന്താ? ഓട്ടോബയോഗ്രഫീസ് ആൻഡ് ബയോഗ്രഫീസ് അതായത് ആത്മകഥകളും ജീവചരിത്രങ്ങളും. Most autobiographies and biographies are literary sources that could be used for writing history. അപ്പൊ എന്താണ്? ചരിത്രരചനയ്ക്ക് ഉപയോഗിക്കാവുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് മിക്ക ആത്മകഥകളും ജീവചരിത്രങ്ങളും. ഓക്കെ, ഇനി താഴെ എന്താ? അതായത് ഒരു ഓട്ടോബയോഗ്രഫി ആണ്. തകഴിയുടെ ഓട്ടോബയോഗ്രഫി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് വായിച്ചു നോക്കുക. Towards writing local history. Source of local history. ലോക്കൽ ഹിസ്റ്ററിയുടെ സോഴ്സസ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? അപ്പൊ എന്തൊക്കെയാണ്? ഒബ്സർവേഷൻ ഓഫ് ദ ലൊക്കാലിറ്റി, അതായത് നമ്മുടെ ലൊക്കാലിറ്റി നോക്കിയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ. അതുപോലെ മെമ്മറീസ് എന്ന് പറഞ്ഞാല് എന്താ? ഓർമ്മകള്. അതായത് നമ്മുടെ അമ്മമാര് അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു തരുന്ന, അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഓറലി പറഞ്ഞു തരുന്ന കാര്യങ്ങള്.
ഇനി എന്താ പ്ലേസ് നെയിംസ്, അതായത് ഈ സ്ഥലത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. ദെൻ ഫാമിലി ഹിസ്റ്ററി, അതായത് കുടുംബ ചരിത്രം. ദെൻ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്, അതായത് ഔദ്യോഗിക രേഖകള്. അതുപോലെ മോർഗേജ് ഡോക്യുമെന്റ്സ് ആൻഡ് ഡീഡ്സ്, അതായത് പണയരേഖകളും അതുപോലെ ആധാരങ്ങളും. അതുപോലെ ലോക്കൽ നോളജ്, റൈറ്റ്സ് ആൻഡ് റിച്വൽ സോങ്സ്, അതായത് നാട്ടറിവുകളും അതുപോലെ ആചാരാനുഷ്ഠാനങ്ങള്, പാട്ടുകള്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലോക്കൽ ഹിസ്റ്ററിയുടെ സോഴ്സ് എന്ന് പറഞ്ഞാല്. ലോക്കൽ ഒബ്സർവേഷൻ, വാട്ട് ആർ ഇൻഫോർമേഷൻ ക്യാൻ ബി ഫൈൻഡ് ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി ത്രൂ ലോക്കൽ ഒബ്സർവേഷൻ, അതായത് പ്രാദേശിക നിരീക്ഷണത്തിലൂടെ ചരിത്ര രചനയ്ക്ക് ആവശ്യമായ മറ്റെന്തെല്ലാം വിവരങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. എന്തൊക്കെ പറ്റും? ഫുഡ് പറ്റും, ക്ലോത്തിങ്, ഷെൽട്ടർ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ലാംഗ്വേജ്, ലിറ്ററേച്ചർ, ആർട്ട്, അതൊക്കെയാണ് എന്റർടൈൻമെന്റ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒബ്സർവ് ദ ലൊക്കാലിറ്റി where you live and complete the table given below. അപ്പൊ എന്ത് ചെയ്യണം? കൂട്ടുകാരെ ലൊക്കാലിറ്റി നെയിം എഴുതുക, വില്ലേജ് എഴുതുക, അവിടെ എന്ത് സോയിലാണ്, പ്ലാന്റ്സ് എങ്ങനെയാണ്, ആനിമൽസ് എങ്ങനെയാണ്, അഗ്രികൾച്ചറൽ ക്രോപ്സ് ഏതൊക്കെയാണ് കൂട്ടുകാരുടെ ചുറ്റിലുള്ളത്, അതുപോലെ എന്ത് ഒക്യുപ്പേഷൻ ആണ് അവിടെ കൂടുതലും പേര് ചെയ്യുന്നത്, വാട്ടർ സോഴ്സസ് എന്തൊക്കെയാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെ ഇതിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. ഇനി എന്താ? മെമ്മറീസ് അഥവാ ഓറൽ ഹിസ്റ്ററി. ഓറൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ വാമൊഴിയായിട്ട് ഒരാൾ പറഞ്ഞ് മറ്റാൾ കേട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ഓറൽ ഹിസ്റ്ററിയിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റുക. ഓറൽ ഹിസ്റ്ററി ഈസ് ദ മെമ്മറീസ് collected from a generation that has direct experience. അപ്പൊ എന്താണ്? ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉള്ള, ശരിക്കും നേരിട്ട അനുഭവങ്ങളുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ ഓറലി അവര് പറഞ്ഞു കേട്ടിട്ടുള്ള ആ ഇൻഫോർമേഷൻസിനെയാണ് നമ്മൾ oral history എന്ന് പറയുന്നത്. Collecting the memories of the elders of the place chosen for writing local history is very important. It is essential to have oral description to collect information on institutions, transport facilities, styles of dressing and food culture of a locality to write the history of that place. The memories of different persons on these matters will help in reconstructing history. These memories help us to analyze the practices that existed in the society and the changes that were effected in due course. It is essential to verify the oral information collected with other sources to ensure credibility. അപ്പൊ ഓറൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എന്താണ്? നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ഹിസ്റ്ററിയും അവിടുത്തെ സൊസൈറ്റി എങ്ങനെയായിരുന്നു, അവരുടെ ഡ്രസ്സ് എങ്ങനെയായിരുന്നു, അങ്ങനെ ചോദിച്ചറിയുന്നതിനെയാണ് നമ്മൾ ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി എന്താ? പ്ലേസ് നെയിംസ്. ഹൗ ഡിഡ് യു ലൊക്കാലിറ്റി ഗെറ്റ് ഇറ്റ് നെയിം? എങ്ങനെയാണ് നമ്മുടെ സ്ഥലത്തിന് ആ പേര് കിട്ടിയത്? ഹൗ ഡിഡ് കോഴിക്കോട് ഗെറ്റ് ഇറ്റ്സ് നെയിം? The old name was Koilkota, which was the combination of two names Koil and Kota. എന്താണ്? കോഴിക്കോടിന് എങ്ങനെയാണ് ഈ കോഴിക്കോട് എന്നുള്ള പേര് കിട്ടിയത്? ഈ കോഴിക്കോടിന്റെ പണ്ടത്തെ നെയിം എന്ന് പറയുന്നത് കുയിൽക്കോട്ട എന്നായിരുന്നു. അതായത് രണ്ട് വേർഡ്സിന്റെ കോമ്പിനേഷൻ ആയിരുന്നു കൊയിൽ എന്ന പേരിന്റെയും കോട്ട എന്ന് പറയുന്ന പേരിന്റെയും. അപ്പൊ ഈ കോഴിക്കോടിന് എവിടുന്നാണ് പേര് ലഭിച്ചത്? ഈ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പണ്ടത്തെ പേര് എന്ന് പറയുന്നത് കൊയിൽക്കോട്ട എന്നായിരുന്നു. ഈ കൊയിൽക്കോട്ട എന്ന് പറയുന്നത് എന്തായിരുന്നു? രണ്ട് വേർഡ് തമ്മിൽ കൂട്ടിയിട്ടുള്ളത്, അതായത് കൊയിൽ എന്നതും കോട്ട എന്ന് പറഞ്ഞതുമായ രണ്ട് വേർഡ്സ് കൂട്ടിയിട്ടുള്ള വേർഡാണ് കൊയിൽക്കോട്ട. Okay, the name Koilkota means a place protected with a fort. അപ്പൊ ഈ കൊയിൽക്കോട്ട എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാലസ് ആണ്, ഫോർട്ട് കൊണ്ട്. അതായത് ഫോർട്ട് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? അപ്പോ കോട്ടകൾ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള പാലസ് എന്നായിരുന്നു ഇതിന്റെ മീനിങ്. ഹിസ്റ്റോറിയൻസ് സേ ദാറ്റ് ദിസ് വാസ് ലേറ്റർ ചേഞ്ചസ് ടു കോഴിക്കോട്. അപ്പൊ ഈ പേരാണ്, ഈ കൊയിൽക്കോട്ട എന്ന പേരാണ് പിന്നീട് കോഴിക്കോടായി മാറിയത്. ഓക്കെ, ലുക്ക് അറ്റ് ദ നെയിംസ് ഓഫ് പ്ലേസസ് ലൈക്ക് തൃശ്ശൂർ, കണ്ണൂർ, Talasheri and Tangasheri. We can find names of places ending with or Cheri across Kerala. Geographical features also plays a major role in the formation of
names of places. അപ്പൊ ഇങ്ങനെ ഈ കോഴിക്കോടിന്റെ ഹിസ്റ്ററി പോലെ എന്താണ് ഓരോ സ്ഥലത്തിനും ഓരോ ഹിസ്റ്ററീസ് ഉണ്ടാവും. ഈ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഈ ഹിസ്റ്ററിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താ ഫാമിലി ഹിസ്റ്ററി. The history of families is an important literary source in local history writing. It is the responsibility of the local historian to collect information on the interventions or contributions made by individuals to the growth and progress of the village or the region after ensuring the credibility of the information. അതായത് കുടുംബ ചരിത്രം. അപ്പൊ എന്താണ് കുടുംബ ചരിത്രം എന്ന് പറഞ്ഞാല് നമ്മുടെ കുടുംബത്തിന് ഓരോരോ ചരിത്രം ഉണ്ടാവും. കുടുംബങ്ങളുടെ ചരിത്രവും പ്രാദേശിക ചരിത്ര രചനയിൽ പ്രധാനമർഹിക്കുന്ന ഒരു എന്താണ് ചരിത്ര സ്രോതസ്സാണ്. അപ്പൊ അത് നമ്മൾ എന്താണ് ഈ സോഴ്സിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഇനി അതുപോലെ പറ്റുന്നതാണ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് അഥവാ ഔദ്യോഗിക രേഖകൾ. The Salt Law Breached. അപ്പൊ ഇത് വായിച്ചു നോക്കാം. The following are the important official documents. അപ്പൊ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ആണ് സെൻസസ് റിപ്പോർട്ട്, ഗസറ്റ് ഡോക്യുമെന്റ്സ്, കോഡ് ഡോക്യുമെന്റ്സ്, സർവേ റിപ്പോർട്ട്സ്, ടാക്സ് ഡോക്യുമെന്റ്സ്, പോലീസ് റിപ്പോർട്ട്സ്, ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഓഫ് ലോക്കൽസ് ഓഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മോർഗേജ് ഡോക്യുമെന്റ്സ് ആൻഡ് ഡീഡ്സ്. അതെന്താ നോക്കാം. അതായത് രേഖകള്, ആധാരങ്ങള്. The mortgage or lease documents and deeds are beneficial for writing local history. അപ്പൊ നമ്മളൊരു ലോക്കൽ ഹിസ്റ്ററി എഴുതുമ്പോൾ എന്താണ് ഈ മോർഗേജ് ഡോക്യുമെന്റ്സും ഡീഡ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. From this we get the information on personal details, private properties, etc. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും പ്രൈവറ്റ് പ്രോപ്പർട്ടിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നു. ഇനി എന്താ ലോക്കൽ നോളജ്, സോങ്, റൈറ്റ്സ് ആൻഡ് റിച്വൽസ്, ആർട്ട് ഫോംസ്. അപ്പൊ ഇനി എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? നാട്ടറിവുകള്, അതുപോലെ പാട്ടുകള്, ആചാരാനുഷ്ഠാനങ്ങള്, അതുപോലെ ആർട്ട് ഫോംസ്, കലാരൂപങ്ങള്. അപ്പൊ ഇതിൽ നിന്നും എന്താണ് നമുക്ക് ഒരുപാട് ഐഡിയാസും ഒരുപാട് പണ്ടത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഐഡിയാസും നമുക്ക് കിട്ടുന്നുണ്ട്. ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് തിങ്സ് ടു ബി നോട്ടഡ്. അതായത് പ്രാദേശിക ചരിത്ര രചനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്തൊക്കെ? ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ്. നമ്മളത് എഴുതുമ്പോൾ നമ്മൾ അവിടുത്തെ മൗണ്ടെയിനും റിവറും ഒക്കെ എങ്ങനെയായിരുന്നു ആ ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ് നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ നോക്കേണ്ടതാണ് ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ്. അവിടെ എന്തൊക്കെ മോണ്യുമെന്റ്സ് ഉണ്ടായിരുന്നു, അവിടെ ഹാബിറ്റേഷൻ, അതുപോലെ മെഗാലിത്സ്, സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻ, ഫോർട്ട്സ്, പ്ലേസസ് ഓഫ് വർഷിപ്പ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? റെഫറൻസ് ചെയ്യണം. പിന്നെ നമ്മൾ നോക്കേണ്ടതാണ് അവിടുത്തെ ഒക്യുപ്പേഷൻ, മീൻസ് ഓഫ് ലിവിങ്, അവരുടെ ഉപജീവന മാർഗം നമ്മൾ നോക്കണം. അവിടുത്തെ മെയിൻ ക്രോപ്പ് എന്താണ്, അവിടെ ഹാൻഡിക്രാഫ്റ്റ് ഉണ്ടോ, ട്രേഡ് സെന്റേഴ്സ് എവിടെയൊക്കെയാണ്, ഹെൽത്ത്, മെഡിക്കൽ സർവീസസ് ഒക്കെ നമ്മൾ നോക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താ? സർവൈവൽ മോഡ്സ്, അതായത് അതിജീവന മാതൃകകൾ. അപ്പൊ നമ്മൾ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കുക. പിന്നെ അവിടെ എപ്പിഡമിക്സ്, റെയിൻസ്, ഡ്രോട്ട്, എവിക്ഷൻ, പോവർട്ടി, അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് അവർ സർവൈവ് ചെയ്യുന്നത് നോക്കുക. കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലാൻഡ്, റിലേഷൻ, പാട്രിയോട്ടിസം, ലോക്കൽ ഓഫ് ഗവൺമെന്റ് ബോഡീസ് ആൻഡ് ഡെവലപ്മെന്റ്, ബിബ്ലിയോഗ്രഫി ഒക്കെ അപ്പൊ നമ്മൾ നോക്കേണ്ടതാണ്. ഇതാണ് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്. അപ്പൊ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക ചരിത്ര രചന ഘടന. അപ്പൊ അതിനെന്താണ് ഒരു ഘടന, ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ അതിനെന്തൊക്കെ വേണം? തലക്കെട്ട് വേണം, ടൈറ്റിൽ വേണം, കോണ്ടന്റ് ഡിക്ലറേഷൻ ഓഫ് ദ സ്റ്റുഡന്റ്, അതായത് ഉള്ളടക്കം വേണം, സർട്ടിഫിക്കറ്റ്, സാക്ഷ്യപത്രം വേണം, അക്നോളജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അക്നോളജ് എന്ന് പറഞ്ഞാല് നന്ദി പ്രസ്താവന വേണം, ഇൻട്രൊഡക്ഷൻ വേണം, ചാപ്റ്റേഴ്സ് വേണം, കൺക്ലൂഷൻ, റെഫറൻസസ്, അപ്പൻഡിസസ്, ബിബ്ലിയോഗ്രഫി. അപ്പൊ ഇതൊക്കെ കൂടിയിട്ടാണ് ബിബ്ലിയോഗ്രഫി പറഞ്ഞാല് ഗ്രന്ഥസൂചി. അപ്പൊ ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളൊരു പ്രാദേശിക ചരിത്ര രചന തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട്സ് നമ്മൾ തരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.